കൂട്ടുകാരെ ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഏകജാലകം ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ സൈറ്റ് വരുന്നത് HSCAP Kerala.gov.in എന്നുള്ള URL ആണ്. അതിൽ അപ്ലൈ ചെയ്യേണ്ട യൂസർ മാനുവൽ ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് ഇപ്രാവശ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു PDF നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് ഇന്ന്, അതായത് മെയ് 25 5 മണി മുതൽ അപേക്ഷ സമർപ്പിക്കാനുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല, മിക്കവാറും അടുത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മളിത് വന്നു കഴിഞ്ഞാൽ ഉടനെ കാൻഡിഡേറ്റ് ലോഗിൻ. അപ്പോൾ ഈ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുണ്ട്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ഇൻഫർമേഷൻ, കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആണ് ചോദിക്കുന്നത്. ഏത് സ്കീമാണ് നമ്മൾ ചെയ്തത്, SSLC 2025 2026 ആണോ, 2077 മുതൽ 2007 മുതൽ 2020, അതായത് ഓൾഡ് സ്കീമാണോ എന്നുള്ളതാണ് ചോദ്യം. രജിസ്റ്റർ നമ്പർ കൊടുക്കുക, കൺഫേം ചെയ്യുക. കാൻഡിഡേറ്റിൻ്റെ നെയിം SSLC ഇതിൽ കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള അതേ നെയിം തന്നെ കൊടുക്കണേ. ഏത് വർഷമാണ് പാസ്സായത്, ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, കൺഫേം ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ. നമ്മുടെ ഈ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് ആണോ സെൽഫ് ആണോ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് വരും. അപ്പോൾ അതിൽ മൊബൈൽ നമ്പറും ഇയർ ഓഫ് പാസിംഗ് ഡീറ്റെയിൽസും സെൻഡ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP ലഭിക്കും മൊബൈലിൽ. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് OTP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് സൃഷ്ടിക്കാൻ കഴിയും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡിനൊരു ഫോർമാറ്റ് ഉണ്ട്, 8 ക്യാരക്ടേഴ്സ് വേണം. പിന്നെ ഒരു ലോവർ കേസ് ക്യാരക്ടർ, ഒരു അപ്പർ കേസ് ക്യാരക്ടറും വേണം, 1 നമ്പർ, 1 സ്പെഷ്യൽ ക്യാരക്ടർ, ഇത് വേണം. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ പാസ് 1 2 3 അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് ഒരു യുണീക്കായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക, ആർക്കും ഗസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യണം. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ നമുക്ക് ഈ സ്ക്രീന് കാണാം. അതിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ബട്ടൺ ഇവിടെ താഴെ കാണാം. ഓക്കെ, സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനിഷ്യേറ്റഡ് എന്നാണ്. അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട മെയിൻ പേജ്. ഈ പേജിൽ പ്രധാനമായും നമ്മൾ SSLC സ്കൂൾ ഡീറ്റെയിൽസ്, പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, റെസിഡൻസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ EWS റിസർവേഷൻ എലിജിബിൾ ആണോ എന്നുള്ളത്, ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ്, ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, ബോണസ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇത്തരം കാര്യങ്ങളാണ് കൊടുക്കുക. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൻ്റെ പേരാണ് ഇവിടെ വരിക. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് SSLC അത് ഓൾറെഡി നമ്മൾ കൊടുത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് വരും. പാസ്ഡ് ഇൻ ബോർഡ് എക്സാം, പാസ്സായോ ഇല്ലേ എന്നുള്ളതാണ്, യെസ് പറഞ്ഞാൽ കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഫാദറിൻ്റെ നെയിം, മദർ നെയിം, ആധാർ നമ്പർ, കമ്മ്യൂണിറ്റി, റിലീജിയൻ, റെസിഡൻസ് ഡീറ്റെയിൽസ് കൊടുക്കുക. റെസിഡൻസ് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക് അതെല്ലാം കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, എല്ലാം നമ്മുടെ ഒരു സാധാരണ ഒരു ഫോമിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. സെയിം ആസ് പെർമനൻറ്റ് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ളതും ഇവിടെ കോപ്പി ചെയ്ത് വരും. അതുകൊണ്ട് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യേണ്ടതില്ല. ഇനി നമ്മൾ ബോണസ് പോയിന്റ് അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ NCC സ്കൗട്ട് ഗൈഡിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ലിറ്റിൽ കൈറ്റ്സ് മെമ്പർ വിത്ത് A ഗ്രേഡ്, അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് A ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. പിന്നെ ജവാൻ, ഇപ്പോൾ നമ്മൾ എക്സ് സർവീസ് മിലിറ്ററിയിലുള്ള ആളുടെ മകനാണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റേറ്റിൽ സ്പോർട്സ് ലെവലിലോ അതേമാതിരി യൂത്ത് ഫെസ്റ്റിവലിലോ പങ്കെടുത്തിട്ട്, ഡിസ്ട്രിക്ട് ലെവലിലോ ഒക്കെ പങ്കെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ സയൻസ് ഫെയറുകൾ, നമ്മൾ ശാസ്ത്രമേള, സാമൂഹിക ശാസ്ത്രമേള അതെല്ലാം ഉണ്ടെങ്കിലാണ് ഈ ഭാഗത്ത് കൊടുക്കേണ്ടത്. സയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, അതിലെല്ലാം ഗ്രേഡ് A B അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ക്ലബ്ബിൽ സ്കൂളിൽ അംഗമായിട്ടുണ്ടെങ്കിൽ IT ക്ലബ്ബ്, റെഡ് ക്രോസ്, ഫോറസ്ട്രി ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, ഇതിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ബോണസ് പോയിന്റ് ലഭിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ
ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചെയ്യരുത്. ഇത് സബ്മിറ്റ് ബട്ടൺ ഈ പേജിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ SSLCക്ക് കിട്ടിയ മാർക്കിൻ്റെ ഗ്രേഡ് നൽകാനുള്ള ഒരു സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്, ഗ്രേഡ് ഏതാണ്, A+ ആണോ, അത് A+, B+, C+, ആ രീതിയിൽ കാര്യങ്ങളുണ്ട്. BB+, ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്കീം ബേസ്ഡ് ഉള്ള ഗ്രേഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ICSE കൊടുക്കാം, THSLC, കേരള എല്ലാം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെബ്സൈറ്റ് ഉള്ളത്. ഈ പറഞ്ഞ സ്കീമിൽ ഉൾപ്പെടാത്ത സ്കീം ഗ്രേഡ് വിവരങ്ങൾ സ്കീം 7 അതേഴ്സ് എന്നുള്ള ഇതിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് അതർ ദാൻ കേരള, ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് അവിടെ നിന്നുള്ള ആ ഒരു ബോർഡ് നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് അതിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരും, ഓട്ടോമാറ്റിക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഇനി നമ്മൾ ഗ്രേഡ് പോയിന്റ് ഒക്കെ എൻട്രി ചെയ്ത് നമ്മൾ ആ ബാക്കി കാര്യങ്ങളെല്ലാം എൻട്രി ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട സ്ക്രീന് വരും. ആ സ്ക്രീനിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൻ്റെ കോഡും കോഴ്സ് കോഡും തിരഞ്ഞെടുക്കണം. ഓക്കെ, സ്കൂൾ കോഡ് എൻ്റർ ചെയ്തതിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ലിസ്റ്റ് കിട്ടുന്ന നീഡ് ഹെൽപ്പ് ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെലക്ട്, നമ്മുടെ സ്കൂൾ കോഡ് അറിയാത്തൊരു ആളാണെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരും. അങ്ങനെ അപ്പോൾ നമുക്ക് എത്ര ഓപ്ഷൻ ആണോ അത് അൺലിമിറ്റഡ് ഓപ്ഷൻസുകൾ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്, തുല്യതാ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ വേറെ ബോർഡിൻ്റെ ഒക്കെ ആണെങ്കിലാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരിക. പിന്നെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണ് അതിൻ്റെ ആവശ്യം വരിക. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ നൽകാനുള്ള സ്ക്രീൻ ലഭ്യമാകും. ഓക്കെ, ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയും സബ്മിറ്റ് ചെയ്യുമ്പോൾ അപേക്ഷയിലെ വിവരങ്ങൾ കാണാൻ ആവശ്യങ്ങൾ തിരുത്താൻ അവസരമുണ്ട്. അപേക്ഷയിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി പൂർണ്ണ അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. നമുക്ക് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ കയറി കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അപേക്ഷയിൽ ഓപ്ഷനുകൾ ഉൾപ്പെടെ പുനഃക്രമീകരിക്കാൻ അവസരമുണ്ട്. നമ്മുടെ ഓപ്ഷനൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച സ്കൂളുകളിൽ കിട്ടിയില്ലെങ്കിൽ റീസെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവർ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ തല ഹെൽപ്പ് ഡെസ്കിനെയാണ് റീച്ച് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.